തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സംശയം ദൂരീകരിക്കണമെന്ന ആവശ്യമുയർത്തി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചു. മഹാരാഷ്ട്ര നിയമസഭയിൽ അധിക വോട്ടുകൾ ഉണ്ടായെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നടപടി. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും പോളിംഗിന് ശേഷം പുറത്തുവന്ന അന്തിമ കണക്കുകൾ സംശയാസ്പദമാണെന്നും ജോൺ ബ്രിട്ടാസ് എം പി ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങളുടെ വിശ്വാസത്തെയും നടപടിക്രമങ്ങളിലെ പവിത്രതയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന് കത്തയച്ചത്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നടന്ന വോട്ടെടുപ്പ് സമയപരിധിയും കമ്മീഷൻ പുറത്തുവിട്ട പോളിംഗ് ശതമാനവും തമ്മിലുള്ള അന്തരം ചൂണ്ടിക്കാട്ടിയാണ് കത്ത്. മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് നടന്ന നവംബർ 20 വൈകിട്ട് 5 മണിക്ക് 58.22% പോളിംഗ് രേഖപ്പെടുത്തിയതായി കമ്മീഷൻ ഔദ്യോഗികമായി അറിയിച്ചു. അതായത് 5,64,88,024 വോട്ടുകൾ പോൾ ചെയ്തു. എന്നാൽ രാത്രി 11:30 പോളിംഗ് 65.2% ഉയർന്ന് 6,30,85,732 വോട്ടുകളായി വർദ്ധിച്ചു. വൈകിട്ട് 5-നും രാത്രി 11:30 ഇടയിൽ വർധനവ് ഏകദേശം 66 ലക്ഷം വോട്ടുകൾ. എന്നാൽ വർധന അവിടെയും അവസാനിച്ചില്ല. വോട്ടെണ്ണലിന് ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വീണ്ടും 66.5% പോളിംഗ് ഉയർന്നു. 9,99,359 വോട്ടുകൾ കൂടി അധികമായി. നവംബർ 20 വൈകിട്ട് 5 മണിക്ക് ശേഷം 76 ലക്ഷം പേർ അധികമായി വോട്ട് ചെയ്തുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കുകളെന്നും ജോൺ ബ്രിട്ടാസ് എം പി ചൂണ്ടിക്കാട്ടി. ജാർഖണ്ഡിൽ 2 ഘട്ടമായി നടന്ന വോട്ടെടുപ്പിലെ പോളിംഗ് ശതമാനവും തെരഞ്ഞെടുപ്പ് ഫലവും സംശയാസ്പദമാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഒന്നാം ഘട്ടത്തിൽ വൈകിട്ട് 5 മണിവരെ 64.86% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ രാത്രി 11:30 ഇത് 66.48 ആയി ഉയർന്നു. 1.79% വർധനവ്. രണ്ടാം ഘട്ടത്തിൽ വൈകിട്ട് 5 മണിവരെ 67.59% പോളിംഗ് രേഖപ്പെടുത്തിയത് രാത്രി 11:30 68.45% വർദ്ധിച്ചു. 0.86% മാത്രം വർധനവ്. ജാർഖണ്ഡിലെ ആദ്യഘട്ടത്തിൽ 1.79% വർധനവുണ്ടായപ്പോൾ NDA 43 സീറ്റിൽ 17 നേടി. അതേസമയം 0.86% വർധനവ് മാത്രമുണ്ടായ രണ്ടാം ഘട്ടത്തിൽ NDA 30-ൽ 7 സീറ്റ് മാത്രമാണ് നേടിയതെന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. BJPക്ക് അമ്പരപ്പിക്കുന്ന വിജയം സമ്മാനിച്ച ഹരിയാനയിലും ഈ അന്തരം പ്രകടമാണെന്നും ജോൺ ബ്രിട്ടാസ് എം പി കത്തിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ വിഷയം ഗൗരവകരമായി പരിഗണിക്കണമെന്നും ജനങ്ങളുടെ സംശയം ദൂരീകരിക്കണമെന്നും അദ്ദേഹം കത്തിലൂടെ ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, ദില്ലി.